ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ആ ട്രേഡ് ഞാൻ ക്ലോസ് ചെയ്തു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഈ ലെവൽ വന്നിട്ടുണ്ട്, പക്ഷേ നല്ല പുള്ള് കിട്ടിയില്ല. അത് കാരണം ഞാൻ നേരത്തെ ക്ലോസ് ചെയ്തു. ഉള്ള $20. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ട്രേഡിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഈ റേഞ്ചിൽ നമ്മൾ ക്ലോസ് ചെയ്ത് ഇത്രയും താത്തി കാണിച്ചു. ഓക്കെ, കയറി പോകുന്നല്ല, നോക്കട്ടെ. അപ്പം ഇനി ഒരു ബൈ സൈഡിനാണ് നോക്കുന്നത്, കാരണം നല്ല എക്സ്ട്രീം ബുള്ളിഷായി. വീണ്ടും ബാക്ക് പടിയ പോലെ. ഷിറ്റ്. ഈ റേഞ്ചിൽ നിന്നൊരു ബൈ സൈഡ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. മിസ്സായല്ലോ ഗൈസ്. ലെറ്റ്സ് വെയിറ്റ് അല്ലേ, കാരണം ഈ റേഞ്ച് വന്ന് ഇതിൻ്റെ ലോ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. അപ്പോൾ ഇനിയിപ്പം അപ്പ് സൈഡിനുള്ള സാധ്യതകളാണ് കൂടുതൽ. സോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഓക്കെ, ലെറ്റ്സ് സീ ഡൗൺ സൈഡ് എപ്പോഴേലും വരുമോ എന്ന് നോക്കാം നമുക്ക്. പിന്നെന്താണ്, ഇതൊരു റേഞ്ചാണ്. ഇത് ഈ അപ്പ് സൈഡ് തൊട്ട് ഇത്രയൊരു റേഞ്ചാണ് ഫോർ മീ. എനിക്കിതൊരു റേഞ്ചാണ്. ചിലർക്ക് റേഞ്ച് അല്ലാന്ന് തോന്നും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ റേഞ്ച് ഇവിടം വരെ വെക്കാം. ഓക്കെ, ഒരു ബൈ സൈഡ് പോവാതെ ബൈ സൈഡാണ് എപ്പോഴും ബെസ്റ്റ് എൻ്റെ അഭിപ്രായത്തിൽ. ഇനി ഈ ഹൈയും കൂടെ തൂക്കിയാൽ പിന്നെന്താണ്, വീണ്ടും ഹയർ ഹൈ വെക്കൊണ്ടിരിക്കുക. അതുകൂടെ ഒന്ന് നോക്കണം. ഈ സൈഡ് ബൈ സൈഡ് ലിക്വിഡിറ്റി ഇത് തിരിച്ചും വേണം നമുക്ക് ഇത് ചിന്തിക്കാം. ഈ റേഞ്ചിൽ എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഹൈ വന്നതെന്ന്. പക്ഷെ അങ്ങനെ വരണേൽ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് ഇത് ഡൗൺ സൈഡ് വരണം, ഈ ഓപ്പണിങ്ങിൻ്റെ താഴെ വരണം. നോക്കാം നമുക്ക്. അപ്പം അതുവരേക്കും മീറ്റ് ചെയ്യാം. നമ്മുടെ SL ഹിറ്റ് ആയിട്ടുണ്ട്, കാണിക്കാം. സ്വിറ്റ് അമ്മമാർ നമുക്കൊരു അവസാനം തന്നിട്ട് നമ്മളെ ആക്കിയ ലിക്വിഡിറ്റി. എന്നിട്ട് അമ്മമാർ മൂവ് ചെയ്തു അപ്പ് സൈഡ്. ഞാൻ എന്നാലും എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഈ ഒരു ഡൗൺ ടൗൺ കൊണ്ട്. ഞാൻ വെച്ച് ഇനി ഇപ്പം പോരും ഇങ്ങോട്ട്. നേരത്തെ ക്ലോസ് ചെയ്യണ്ടായിരുന്നു. ഓക്കെ, പോട്ടെ, സാരമില്ല. ലെറ്റ്സ് സീ. പിന്നെ ഞാനിപ്പോൾ ലോങ് അപ്പ് സൈഡ് തന്നെയാണ് നോക്കുന്നത്. ഈ ഒരു റേഞ്ചാണ് നോക്കുന്നത് ബൈ സൈഡിന് വേണ്ടി. അതായത് ഈ ഒരു റേഞ്ച് കിട്ടുവാണെങ്കിൽ നമ്മൾ ബൈ എടുക്കും.
ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ ഒരു ബൈ സൈഡ് വന്നു കഴിയുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് വീഡിയോ കട്ട് ചെയ്യുന്ന വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ ഈ ഗൈസ്, ഞാനിപ്പോൾ ഒരു പുതിയ പേര് ഗോൾഡിൽ എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പുതിയ പേരാണ് US ഓയിൽ, നിങ്ങളറിയാമായിരിക്കും, ക്രൂഡ് ഓയിലാണ്. ഞാനൊരു ഓർഡർ ഇട്ട് വെക്കുവാണ്. ഇതാണ് പൊസിഷൻ, ഓർഡർ ആയിട്ടില്ല. ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്സ്, എൻ്റെ മനസ്സ് പറയുന്നത് ഗോൾഡ് ഇനിയും കുറച്ച് നാളത്തേക്ക് സൈഡ് വൈസ് ആയിരിക്കും, കുറച്ച് ദിവസം മേ ബി ഈ ഒരു റേഞ്ച് ഇങ്ങനെ നിൽക്കുമായിരിക്കും. വലിയ പാടായിരിക്കും, ടഫായിരിക്കും ട്രേഡ് ചെയ്യാൻ. ഐ ഹോപ്പ് US ഓയിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇവൻറ്റ്സ് ഒന്നും അങ്ങനെ അത്രയ്ക്ക് കാര്യമായിട്ട് ബാധിക്കാറില്ല US ഓയിലിന്. അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ട് മുതലേ ഞാൻ ട്രേഡ്സ് എടുക്കാറുണ്ട് US ഓയിലിൽ. ലാസ്റ്റ് ഡേ ഞാനൊരു ട്രേഡ് എടുത്തായിരുന്നു. ഈ അക്കൗണ്ടിലല്ല, എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ വേറെ 2 TP ഹിറ്റായിരുന്നു. Let's see if this works or not. അതല്ലേ ഗോൾഡിനകത്ത് ഞാൻ ട്രേഡ് എടുക്കാൻ വലിയൊരു കാരണമുണ്ട്. എനിക്ക് ആ ഹൈ എത്തിയെന്ന് ഒരു മനുഷ്യൻ വീണ്ടും തോന്നൽ വന്നു തുടങ്ങി. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ബൈ സൈഡിലോട്ട് പോകാൻ ഭയങ്കര മടി. ഐ തിങ്ക് വേറെ ഏതെങ്കിലും പേരെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയതാണ് വലിയൊരു ഓപ്ഷൻ. ഒരു തമ്മിൽ എന്തിൻ്റെ വേറെ വ്യത്യാസമുണ്ട് നോക്കട്ടെ. ഓക്കെ, ഇറങ്ങി വരുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാണ്, തൽക്കാലത്തേന് ഇത് കയറ്റി വെക്കുവാണ്. മോഡിഫൈ ചെയ്ത ഓർഡർ. മുട്ടിയില്ലേ ഇതുവരെയായിട്ട്? ഓക്കെ, മുട്ടിയായിരുന്നല്ല, പിന്നെന്ത് പറ്റി? ചേടാ ഇതെന്താ ബൈ ലിമിറ്റ് ബൈ ആവാത്ത? യു മേ എക്സ്പെൻസ് ഡിലേ ഇൻ ഓർഡർ എക്സിക്യൂഷൻ. കമോൺ നെറ്റ് പോയി, എന്നെ പറ്റി? വാട്ട് ഹാപ്പൻ ടു ദി നെറ്റ്? വർക്കിംഗ് ആണല്ലോ, പിന്നെന്താ? ആവശ്യം ഒരു ട്രേഡ് എടുക്കുമ്പോൾ കമാൺ ഗൈസ്, വലിച്ചു. ആ ട്രേഡ് മിസ്സായ എൻട്രി, അതെന്താണ് അങ്ങനെ വന്നത്? നല്ല ഡിഫറൻസ് വന്നു. പക്ഷേ ഈ ലെവലിൽ 6 പോയിൻറ്റ്സ്. ഓക്കെ, ഞാനെന്നാ ഓർഡർ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കട്ടെ. ഓക്കെ, ഫാസ്റ്റ്
ഓക്കെ, ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ റേഞ്ചിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആയേക്കുന്നത്. ഓക്കെ, ടി പി ഓക്കെ കേട്ടോ, 96. ഇത് വെക്കാം. ഓക്കെ, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, ഞാൻ നമ്മുടെ ഈ പൊസിഷൻ അങ്ങ് ക്ലോസ് ചെയ്യുവാണ്. കാരണം വലിയ മൂവ്മെൻറ്റ്സ് വരുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് ഗോൾഡിലൊരു നല്ലൊരു വ്യൂ വന്നിട്ടുണ്ട്. ട്രേഡ്സ് എടുക്കാൻ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ അത് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോ അത് കാരണം ഞാനൊരു 20 കിട്ടുവാണെങ്കിൽ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 തരുമോ നോക്കാം നമുക്ക്. ട്രെൻഡുകൾ ദിവസങ്ങളിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആണ് മൂവ്മെൻറ്റ്സ്. വരുമ്പോൾ അനത്തി ഒരു വരവും വരും, അല്ലാത്ത സമയത്ത് ഭയങ്കര സ്ലോ ആണ് മൂവ്മെൻറ്റ്സ്. കമാൺ അടിച്ച് കയറിപ്പോ. 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഓ ഷിറ്റ്, ഞാൻ പറഞ്ഞില്ലേ, അടിച്ച് കയറി വന്ന അമ്മമാർ വലിച്ചു തരും. നോക്കാം നമുക്ക്. We get 17. കമാൺ. മിക്കവാറും തന്നെ ഞാനിപ്പോൾ ക്ലോസ് ചെയ്യും. ആഹാ, അയ്യോടാ, 15 കിട്ടിയുള്ള. പോട്ടെ. അപ്പം പൊസിഷൻ ഇവിടെ ക്ലോസ് ചെയ്ത് പണ്ടാരം ചിലപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങ് പൊങ്ങുകയും ചെയ്യും. അടിച്ചാൽ പൊട്ടിക്കും. സോ ഈ റേഞ്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, എൻ്റെ ഗോൾഡിൻ്റെ കാണിച്ചു തരാം. ഗോൾഡ് ആ റാലി കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഡൗൺ സൈഡ് റേഞ്ച് നിൽക്കുന്നു. കയറി അത്ര ഇറങ്ങി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോൾഡിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുമെന്നാണ്. നോക്കാം നമുക്ക്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ട്രേഡിന് ഇങ്ങനെ നോക്കിയായിരുന്നു, കിട്ടിയില്ല. SL ആയിരുന്നു. ഓക്കെ, ലെറ്റ്സ്. അപ്പം ഇനി ഒരു 12-1 മണി കഴിഞ്ഞിട്ട് ഒരു മൂവ്മെൻറ്റ്സിൻ്റെ ട്രേഡ്സ് എടുക്കത്തുള്ളൂ. ഓ കണ്ടോ, ആ തുലിയാമണിയന്മാർ നമുക്ക് തരാതെ നമ്മൾ ട്രേഡ് എടുപ്പിക്കാതിരുന്നിട്ട് താഴോട്ട് പോയി. ഷിറ്റ് പുഷ്. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ട്രേഡിൽ കാണാം. ഗൈസ്, ഞാനൊരു പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വലിപ്പാണോ ഇല്ലയോ നമുക്കിപ്പോൾ തന്നെ അറിയാം. സെൽ സൈഡാണ് ചെയ്തേക്കുന്നത്. ഗോൾഡ്. ലെറ്റ്സ് സീ if we can make this TP. Okay, modify order. ഇരുപത്താറ് 522.
26.522. This will be the RSL 45. Okay. പതിനൊന്നര തൊട്ട് 1:30 വരെ നമുക്ക് നോക്കാം. റിക്കവറി വന്നുണ്ടോ? ക്യാൻഡിൽ ഒന്നെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസ് ആവണം, അല്ലെങ്കിൽ ഫർദർ അപ്പ് സൈഡ്. ലെറ്റ്സ് സീ. 1 hour ലുക്കിംഗ് ഗുഡ്. പക്ഷെ ഇത് ഒരു പ്രശ്നമാണ്. അതായത് ഏതാണ് 1 hour ഒരു ഡൗൺഫോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം അപ്സൈഡ് കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 1 hour ക്യാൻഡിലൂടെ വരണം, ഹ്യൂജ് ക്യാൻഡിലൂടെ. 34%. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്തൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ കാണാം. വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, കാര്യം ഭയങ്കരമായിട്ട് ലെങ്ത് ആണ് വീഡിയോസ് എന്ന് എല്ലാവരും പറയുന്നത് കൊണ്ടാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ഇപ്പം നിങ്ങൾ തോന്നുന്നുണ്ടായിരിക്കും എൻ്റെ 201 വേറെ പൊസിഷൻ US ഓയിലാണ്. ശരിയാണ്, ഞാൻ ആ പൊസിഷൻ ക്ലോസ് ചെയ്തു ഈ റേഞ്ചിൽ. കാരണം എനിക്കൊരു ഫീലില്ലായിരുന്നു ഡൗൺ സൈഡ് വരാൻ. വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം, എന്തായാലും SL വരെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്തില്ല, പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. മര്യാദയ്ക്ക് ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നു. ഇപ്പം 15-ൻ്റെ കൂടെ 10-20-30 ആയേനെ. അപ്പോൾ അവന് സൂക്കേട് അത് തന്നെ ഗൈസ്. ഒരു മൈൻഡ് ഒന്ന് സെറ്റായില്ലായിരുന്നു, അതാണ് ഞാൻ ഗോൾഡിൽ ഇനി കുറച്ച് ദിവസം എന്തായാലും ട്രേഡ്സ് ഇല്ല. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞിട്ട് വീണ്ടും ട്രേഡ് എടുത്ത്, വേറെ കാര്യം. അതുകൊണ്ട് ഇനിയില്ല എന്തായാലും. ഗോൾഡ് ഈ വീക്കോട് കൂടി മിക്കവാറും ഞാൻ ഇന്ത്യ ഫോറക്സിൽ തൽക്കാലം തന്നെ ഒരു 2 ദിവസത്തേന് ചേഞ്ച് ചെയ്ത് നിൽക്കും. കാരണം അല്ലെങ്കിൽ US ഓയിൽ അതുപോലെ എനിക്ക് ഒരു കൺവിക്ഷൻ കിട്ടണം നല്ല ട്രേഡ്സ് ഉണ്ടെന്നുള്ളതിന്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. സോ ലെറ്റ്സ് സീ. US ഓയിലില്ല 4 hour എന്ത്. ഇതാണ് ഒരു ഐഡിയൽ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ റേഞ്ചിൽ നിന്ന് റിജക്റ്റ് ആവാനാണ് സാധ്യത ഞാൻ കാണുന്നത്. നോക്കാം നമുക്ക്. പിന്നെ ഇതൊരു 200 മൂവിങ് ആവറേജ് ഏരിയ ആണ്. നോക്കാം. ലെറ്റ്സ് സീ. സോ ഇതൊന്ന് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചാണ്. നോക്കാം നമുക്ക്. അറ്റ്ലീസ്റ്റ് ഇത് ഞാൻ ഇവിടെയാണ് സെറ്റ് വെച്ചേക്കുന്നത്, ഒരു 60-70 റേഞ്ചിലാണ്. എത്രയായിരുന്നു? 63 ആണ് വെച്ചേക്കുന്നത്. 250 സംതിങ് ആണ്. എന്നിട്ട് അഥവാ TP ഹിറ്റ് ആയാൽ ഒരു പൊസിഷൻ എടുക്കും. നോക്കാം നമുക്ക്. അപ്പം അന്നേരം സന്ധിക്കണം. ഹലോ ഗൈസ്, നമ്മുടെ ആ ട്രേഡ് ഏകദേശം TP ഹിറ്റാറായിട്ടുണ്ട്. പൊസിഷൻ ക്ലോസ് ചെയ്യുവാണ്. ഇതുവരത്തേന് വെയിറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി പൊസിഷൻ ക്ലോസ് ചെയ്യുവാണ്. കാരണം ഇത്രയും കൂടെയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്യാൻ ഒരുപാടില്ല. ചേടാ 60 കിട്ടിയില്ല. ഓക്കെ പോട്ടെ. സോ നൈസ് ഒരു ട്രേഡായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ട്രേഡ് എവിടെ നിന്ന് കൊണ്ടുവരണ്ട.
1:3 എബോവ് കിട്ടണ്ടാണ്. പിന്നെ പോട്ടെ, ലീവ് ഇറ്റ്. അതായത് ഇവിടുന്ന് വരണ്ട 35 ഈ റേഞ്ച് വരണ്ടായിരുന്നു. സോ ലീവ് ഇറ്റ്. അതുപോലെ തന്നെ വേറെ വലിയ കാര്യങ്ങളായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ആ ഗോൾഡ് കണ്ടോ, ഈ റേഞ്ചിൽ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗോൾഡിൽ സൈഡ് വേസിനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇനിയിപ്പം ഈ വീക്ക് ഗോൾഡിലുള്ള ട്രേഡ്സ് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു നല്ല എക്സ്പെക്റ്റേഷൻ വരണം. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇനി എന്തായാലും പുതിയൊരു അപ്ഡേഷൻ വല്ലതും വരുവാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ അതുവരേക്കും സന്ധിക്കല്ല സുഹൃത്തുക്കളെ. നമ്മളൊരു പുതിയ പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പുതിയ പൊസിഷൻ മറ്റേ 60 കഴിഞ്ഞാൽ പിന്നെ എടുത്തില്ല, അതങ്ങ് പോയി. നമ്മളെ പൊസിഷൻ ക്ലോസ് ചെയ്തെടുത്തു നിന്ന് അങ്ങ് പോയെന്ന് വെച്ചാൽ ഒരുപാട് പോയി കണ്ടല്ലോ. ഇവിടുന്ന് ഒരുപാട് പോയി. പക്ഷേ നമുക്കകത്ത് നോ ഇഷ്യൂസ്. അപ്പോൾ ഞാനൊരു ഷോർട്ട് പൊസിഷൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ റേഞ്ചിൽ. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് എന്നാണത്, ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടേക്കെന്ന് വെച്ച് യു എസ് ഓയിൽ മിക്കപ്പോഴും ഫേക്ക് ബ്രേക്ക് ഔട്ട്സാണ് നടക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ 4 ഹവറിൽ 200 മൂവിങ് ആവറേജിൻ്റെ അവിടുന്ന് റിജക്റ്റ് ആവുന്നുണ്ട് കണ്ടോ. സോ അത് രണ്ടാമത്തെ റീസൺ. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ മേജർ ട്രെൻഡ് ഇതുകൊണ്ട് ഡൗൺ സൈഡാണ്, ലോവർ ലോ. സോ ഐ തോട്ട് ഒരു പുഷിനുള്ള സമയമാണിത്. ഫിബ് വെച്ച് നോക്കിയാലും കണ്ടില്ലേ 50% അബോവ് എത്തി കണ്ടോ. 50% അബോവ് ആണ്. അപ്പോൾ റിജക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ വരേണ്ടതാണ്. കാരണം നേരത്തേനകത്തും ഫിബിൻ്റെ 50ലാണ് വർക്ക് ചെയ്തത്. നോക്കട്ടെ, ഉം 50 to 60 ഈ റേഞ്ചിൽ നിന്ന് റിജക്റ്റായി. സോ 50 വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. നോക്കാം നമുക്ക്. ഓക്കെ, സോ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് കാണാം. സോ അതുവരേക്കും സന്ധ്യയിൽ ഇപ്പോൾ അപ്സൈഡാണ്, കുറച്ച് ബുള്ളിഷാണ്. അത് മാത്രമല്ല വേറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഫുൾ പൊസിഷൻ ഓപ്പൺ ചെയ്തിട്ടില്ല. മാക്സിമം വെച്ചേക്കുന്നത് 23 ആണ് വെച്ചേക്കുന്നത്. ഇനി പുഷ് വരുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ SL കയറ്റി വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഡൗട്ട്സ് ഉണ്ട് കുറച്ചുകൂടെ ഹൈ വരാൻ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊസിഷൻസ് ആഡ് ചെയ്തിട്ട് SL കയറ്റി വെക്കും. അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ. TP വെച്ചേക്കുന്നത് ഈ റേഞ്ചാണ്, അതായത് ഇതിൻ്റെ ഡൗൺ സൈഡ്, അതായത് ഓപ്പണിംഗ് പൊസിഷനാണ് ഇതിൻ്റെ ഏകദേശം ഈ റേഞ്ചാണ്. ഈ റേഞ്ചാണ് TP വരുന്നത്. 90 റേഞ്ച് വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, സന്ധ്യക്കലാം. അപ്പം ഹലോ ഗൈസ്, ഞാൻ ആ പൊസിഷനകത്ത് ഇച്ചിരി ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എനിക്ക് ആ പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്തു. SL അടിച്ചതല്ല, ക്ലോസ് ചെയ്തു. ഇന്നുകൂടെ ഒന്ന് കയറി വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് ഇപ്പം പൊസിഷൻ എടുത്തേക്കുന്നത്. കണ്ടല്ലോ എല്ലാവരും, ഈ റേഞ്ചിൽ നിന്നാണ്. പിന്നെ ഡൗൺ ചെയ്യുന്ന അബോവ് ചെയ്യുന്നു പറഞ്ഞിട്ട് പിന്നെ ചെയ്യാനൊരു കാര്യം എന്ന് വെച്ചാൽ ആ RR കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാൻ. 2 തവണ SL അടിച്ചാലും എന്നെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻ്റ് RR ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്.
നോക്കട്ടെ ഈ റേഞ്ച് കിട്ടുമോ നോക്കാം നമുക്ക്. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ പൊസിഷൻ. അതിൻ്റെ ചോട്ടിലായിരുന്നു കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു സഡൻ ഡ്രോപ്പാണ് വേണ്ടത്. നോക്കാം, മണി 5 മണിയായി. നോക്കാം നമുക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. ഗോൾഡിൽ നല്ല മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഉണ്ടല്ലേ, SL നമ്മുടെ എന്തായാലും അടിച്ചാൽ വീണ്ടും ഹൈ പോയിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്തപ്പോൾ ഈ ഏരിയ സംശയിക്കണ്ടായിരുന്നു, പക്ഷേ വീണ്ടും റേഞ്ച് തിരിച്ചു വന്നുകൊണ്ട് ഈ ഏരിയയിൽ അങ്ങ് നിൽക്കുകയാണ് ഗോൾഡ്. സോ തൽക്കാലത്തിന് നമ്മളിപ്പോൾ ഒരു പൊസിഷൻ ഗോൾഡിലോട്ട് പോകുന്നില്ല. ഇനിയിപ്പം ഈ റേഞ്ചിൽ ഏതായാലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഗോൾഡിലോട്ട് ഇരിക്കട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുവരെ നമുക്ക് US ഓയിലിൽ പിടിച്ച് നിൽക്കാൻ നോക്കാം. പക്ഷെ നാളെ മോർണിംഗ് ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി കണ്ടാൽ നമ്മൾ എടുക്കും പൊസിഷൻ ഫോർ ഷുവർ. അത് അല്ലെങ്കിൽ സൈഡ് വൈസ് ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ഗോൾഡിലുള്ള പൊസിഷൻസ് കുറവായിരിക്കും, എടുക്കാനുള്ള സാധ്യതയില്ല. മോർണിംഗ് ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അത് ക്യാച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പം ട്രേഡിന് ശേഷം ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായി കഴിയുമ്പോൾ സന്ധിക്കലാം. പൊസിഷൻ ക്ലോസ് ചെയ്തു, 10-ലാണ് ക്ലോസ് ചെയ്തത്. 30 വരെ ഇവിടം വരെ വന്നാണ്. ഞാൻ ഹെഡ്സെറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ക്ലോസ് ചെയ്യാൻ പൊസിഷൻ എന്ന് വിചാരിച്ച് പുല്ല് വന്നപ്പോഴത്തേന് അത് നല്ല ഹപ്പായിപ്പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്ത പൊസിഷൻ. പണ്ടത്തെ AB പിന്നെ ചെയ്യാനാ. അതായത് റിജക്ഷൻ വന്നത് കറക്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പ്രൈസിൽ നിന്ന് തന്നെ. ഇത് ഈ റേഞ്ച് ചെയ്താണ്ടോ, ഈ റേഞ്ചിൽ നിന്ന് വീണ്ടും റിജക്ഷൻ വന്നു. സോ ഐ തിങ്ക് ഒരു ബയ്യർ സൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവൻ്റെ പിണ്ണാക്ക് എന്തോ ഉണ്ടായിരുന്നു, എപ്പോഴായിരുന്നെന്ന് കാര്യം ഞാൻ വിട്ടുപോയി. നോക്കട്ടെ എത്ര മണിക്കാണ്? 7:10. 7:10 ഇല്ലല്ലോ, 7:30 അതെ 7:30 അല്ലല്ലോ. പക്ഷേ എത്ര മണിക്കായിരുന്നു ഇവൻ്റ്? ഫോറക്സ് ഫാക്ടറി എന്ത് 7:30. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനൊരു ലോങ്ങിന് ശ്രമിക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഇതിപ്പോൾ ഒത്തിരി ട്രേഡ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എടുക്കണ വേണ്ടതിനൊരു വറീനെസ് ഇല്ല. പൊസിഷൻ ക്ലോസ് ചെയ്ത ഭാഗ്യമായി. ഇവിടെ കിട്ടണ്ടായിരുന്നു, പക്ഷെ എന്താ ചെയ്യാനാ, ഷിറ്റ് മിസ്സാക്കി കളഞ്ഞു. സോ ലെറ്റ്സ് ഗോ ഫോർ എ ലോങ്. ഐ തിങ്ക് ഒരു ഡൗൺ സൈഡ് വരും, എന്നിട്ട് ഒരു ലോങ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു, എക്സ്പെക്റ്റ് ചെയ്യുന്നു. 40 ഈ റേഞ്ചിൽ. ഈ തൊലിച്ച ക്യാൻഡിൽ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത്. നോക്കാം, നമുക്ക് ഒരു റിവേഴ്സ് സൈഡിലും കിട്ടണം, അല്ലേ വലിയ പാടാണ് ഈ സൈഡിൽ നിന്ന്. നോക്കാം നമുക്ക്, അതായത് ഈ റേഞ്ച് ആയാലും കിട്ടണം. ഇങ്ങനെ ലോങ് ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ കിട്ടിയാലേ കാര്യമുള്ളൂ. നമുക്ക് നോക്കാം നമുക്ക്
പെൻഡിങ് കൊടുത്ത് ഈ ഒരു റേഞ്ചിലൊന്ന് അടുത്ത് നോക്കാം. സീസ 180 അത്ര ഒന്നും വേണ്ട. ഓക്കെ, ഈ റേഞ്ചിൽ കൊടുക്കാം. അനത്താ ലെറ്റ്സ് ഗോ. നോക്കാം നമുക്ക് റേഞ്ച് കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഡ് ടേക്ക് പ്രോഫിറ്റ് TP to this level. Let's see. ഈ റേഞ്ച് കിട്ടണം. നോക്കാം, നമുക്ക് ഈ റേഞ്ചിന് വേണ്ടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം എത്തിക്കഴിയുമ്പോൾ പറയാം. ചെറിയ പണി കിട്ടി. ഈ എൻട്രി ഇവിടെ മര്യാദയ്ക്ക് വെച്ചാൽ മതിയായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു. അപ്പം നമ്മൾ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവസാനം എൻട്രി കിട്ടിയത് ഇവിടെ നിന്ന് അടിച്ചു. അന്നേരം പടക്കുകയെന്ന് പറഞ്ഞ് താഴോട്ട് വന്നു തുടങ്ങി. തെണ്ടുകളുടെ സ്ഥിര പരിപാടിയാണ്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എൻട്രി ചേഞ്ച് ചെയ്തുകൊണ്ട് പോകരുത്. എനിക്ക് പിന്നെ 6 കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതേ 40 ആണ് വെച്ചേക്കുന്നത്. 120 ആണ് രണ്ടും വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത്ര ഇറക്കി. പക്ഷേ നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ SL ഇപ്പം ഒത്തിരി ഡിഫറൻസ് വരുമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ SL വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന എൻട്രി വെക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഈ റേഞ്ച് ആയിരുന്നു. ഈ റേഞ്ചുമായിട്ടൊരു 5% വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ 35 എന്നുള്ളത് 5 ഇവിടെ ഇറക്കി 40 ആക്കി വെച്ചു. അപ്പോൾ എനിക്ക് SL വരുന്നത് 30 ആയിരുന്നു ഇവിടെ, നേരത്തെ 32 ആയി, അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ പക്ഷേ SL കീപ്പ് ചെയ്യുമ്പോൾ, ഞാനൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഇങ്ങനെ കയറ്റി വെക്കും. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും, SL അപ്പോൾ ചെറുതായി പോകണം. കാരണം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ചെറുതാണല്ലോ. അവസാനം എന്ത് പറ്റത്തില്ല, അപ്പോൾ ഈ SL അടിച്ചിട്ടായിരിക്കും പിന്നെ മൂവ് ഓൺ ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോപ്പർ ഫസ്റ്റ് SL ഏതാണ് അവിടം വരെ നമുക്ക് വെക്കാൻ പറ്റണം, ഹോൾഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ഇതിനകത്തൊരു മൂവ്മെൻറ്റ് ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ പറയാം. പെട്ടെന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ലെങ്ത്താണ് വീഡിയോയ്ക്ക് എന്ന് എല്ലാവരും പറയുന്നു. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റോ ആണ് ഏതാണ് US ഓയിൽ പോകുന്നത്. പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് വന്ന് ഞാൻ കാണിച്ചില്ല നിൽക്ക്. ഓക്കെ, ഇതുകൊണ്ട് ഇതൊരു ബ്രേക്ക് ഔട്ടാണ്. അതായത് 4 hourൽ ഓൾറെഡി ക്യാൻഡിൽ അപ്പാണ്. അത് മാത്രമല്ല ബ്രേക്ക് ഔട്ട് ആയത് ഇവിടെയാണ്. ഇനിയിപ്പം ഒരു ഫർദർ മൂവിനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇനി അഥവാ പൊസിഷൻ ക്ലോസ് ചെയ്യുന്ന ഈ 43 minutes കഴിയുമ്പോൾ ക്യാൻഡിൽ ഇതിനകത്താണെങ്കിൽ ഞാൻ മാറ്റും. കാരണം ഇതൊരു ട്രാപ്പാണ്. അതായത് എന്താണ്, നമ്മൾ ഇവിടുന്ന് സെല്ല് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ എന്താണ്, അതിനുവേണ്ടി എന്ത് ചെയ്ത് നല്ല അപ്സൈഡ് ആക്കും. ഈ റേഞ്ചൊക്കെ ഷുവർ ഷോട്ട് മൂവ്മെൻറ്റ്സിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടുത്തെ ഒരു OB വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ OB തൂക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. വാലിഡ് OB എന്ന് പറയാൻ പറ്റുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ച് വാലിഡ് ആണെന്ന് ഞാൻ പറയും. ഒരു ചെറിയ ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്സ് ആയാലും തരണമെങ്കിൽ. ഓക്കെ, സോ ലെറ്റ്സ് സീ. തൽക്കാലത്തിന് ഇതെല്ലാം ഡിലീറ്റ് ചെയ്യണം. കാരണം ഭയങ്കര ഇതെല്ലാം കൂടെ കിടന്നാൽ ഭയങ്കര പാടാണ്, ഒന്നും കാണത്തുമില്ല. സോ ലെറ്റ്സ് സീ. ഓക്കെ, ബൈ. അപ്പോൾ ഇനി പൊസിഷൻ ഉണ്ടായി കഴിയുമ്പോൾ കാണാം. വാട്ട് ആൻ എൻട്രി. ഇന്ന് നല്ലൊരു ഇവിടെ മതിയായിരുന്നു, ഒരു ആവശ്യമില്ലാത്ത കേസുകളായി. ഇപ്പം ഇവിടെ ആയിരുന്നേൽ ഞാൻ ഈ റേഞ്ച് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അല്ലേ. ഈ റേഞ്ച് എന്ന് പറയുമ്പോൾ SL 35, വലിയ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം നമുക്ക്. ഓക്കെ, സോ അതൊരു അപ്ഡേഷൻ ഉണ്ടായി കഴിയുമ്പോൾ പറയാം. സുഹൃത്തുക്കളെ, ഒരു ചെറിയ വീഡിയോ അത് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങളെ കാണിച്ചില്ല. ഞാനൊരു ഷോട്ട് എടുത്തായിരുന്നു. കാരണം ഇത് SL അടിച്ചു. SL എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. 35 കണ്ടോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നു.
അന്നേരമാണ് ഞാൻ പെട്ടെന്നാണ് ആ കാര്യം ചിന്തിച്ചത്. അതായത് കാണിച്ചു തരാം. ഇങ്ങനെ ഡബിൾ ഹെഡ് വന്ന സാധാരണ രീതിയിൽ ഈ ബ്രേക്ക് ഔട്ടിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ളതാണ്. ഇപ്പം നമ്മൾ ഏകദേശം 50 പ്രോഫിറ്റാണ്. കുറേ നേരമായിട്ട് ഈ 50 അബവ് പോകാൻ പറ്റുന്നില്ല. ഞാനതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. പൊസിഷൻ ക്ലോസ് ചെയ്യണോ വേണ്ടയോ എന്നൊരു ആലോചനയിലാണ്. ലെറ്റ്സ് സീ. ഒരു 60-70 റേഞ്ച് കിട്ടുമായിരുന്നു നമുക്ക് ക്ലോസ് ചെയ്തേക്കായിരുന്നു. ഇതായിരുന്നു നമ്മുടെ അവിടുന്ന് ഈ ഷോട്ടിൻ്റെ, അതായത് നേരത്തെ ആ ഷോട്ടിൻ്റെ ടാർഗറ്റ് ഇവിടെ കണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. $260 ക്ലോസ് ചെയ്താലോ ഗൈസ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 260 ഒരു ഗുഡ് ഓപ്ഷൻ ആണോ? യെസ്, 260 ഒരു ഗുഡ് ഓപ്ഷൻ ആണ്. $61, $62. ഓക്കെ, 263 ക്ലോസ് ചെയ്തു. ഓവറോൾ നമ്മളിപ്പം അത്യാവശ്യം ഗ്രീനിലല്ലേ, 1:2 കിട്ടി എന്തായാലും. സോ ഐ ആം ക്ലോസിങ് മൈ പൊസിഷൻ. ഏകദേശം ഓക്കെയാണ്. കാരണം ഐ ഡോണ്ട് ഹാവ് വെരി മച്ച് കൺഫർമേഷൻസ്. വേറൊന്നുമില്ല, ഞാൻ SL ട്രൈ ചെയ്യാത്തതിൻ്റെ വലിയ കാര്യം എന്ന് വെച്ചാൽ, കാരണം 260 എനിക്കൊരു 300 അബവ് ആയിരുന്നതിൽ ഇപ്പോൾ ട്രേഡിങ് ഞാൻ ഉറപ്പായിട്ട് SL ട്രൈഡ് ചെയ്ത് പോയാൽ. നല്ല രീതി ഉള്ളതാണ്. നമ്മൾ പൊസിഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഷൂണായി ഉള്ളതാണ് ഇങ്ങനെയുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ ടാർഗറ്റിലോട്ട് എത്തുമോ എന്നുള്ളത്. വെച്ച് അലേർട്ട് ഇട്ട് വെച്ചേക്കാം. എന്തായാലും കറക്റ്റ് ഇവിടെ നിന്നാണ് കയറിയത് കേട്ടോ. അപ്സൈഡ് വന്നപ്പോഴേ കയറി. അപ്സൈഡല്ല, സോറി, ഈ ഡൗൺഫോളിൻ്റെ സമയത്തേ കയറി, ഈ ഡ്രോപ്പയിലേ കയറി. കാരണം അന്നേരത്തെ SL അടിച്ചു, അന്നേരം ഞാൻ ചാടി കയറുമായിരുന്നു പെട്ടെന്ന്. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. വാ ഓസം, വാടാ വാ വാ ബെറ്റ വാ. നമ്മൾ ഇവിടെ ഈ റേഞ്ചിലെങ്ങാണ്ടാണ് ക്ലോസ് ചെയ്തല്ലേ? എത്രയല്ല ക്ലോസ് ചെയ്ത് നോട്ടെ. 71, 203. 71. ഇവിടെയാണ് ക്ലോസ് ചെയ്ത് കേട്ടോ. ഇത്രയും കൂടെ കയറി. That was a awesome move. $80 അതിൻ്റെ കൂടെ 20 കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. വാടാ വാ, ക്യാ ബായ്. ബട്ട് നോ ഇഷ്യൂസ്, നോ വറീസ്. ലെറ്റ്സ് സീ. അപ്പം ഇനിയും എന്തെങ്കിലും പുതിയ പൊസിഷൻ അഥവാ എടുക്കുവാണെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അതുവരേക്കും ബൈ. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പൊസിഷൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതായി കണ്ടല്ലോ. നമ്മൾ വീണ്ടും ബ്രേക്ക് ലെവലിൽ വേണ്ടി തിരിച്ചെത്തി. 300 വന്നു. അത് ഞാൻ 40 ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഇന്ന് ഒരു $100 ക്ലോക്ക് ചെയ്തു. സോ ഞാൻ തൽക്കാലത്തെ ഇന്നത്തെ പരിപാടികളൊക്കെ നിർത്തുവാണ്. 4:45. വാ, ഇതിൽ 1:3 കിട്ടിയാനാട്ടോ. എന്നാലും 50-20 എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയും ഇന്നൊരു പൊസിഷൻ കാണത്തില്ല മിക്കവാറും, വളരെ റെയറാണ്. നോക്കാം നമുക്ക്. എന്തായാലും മോർണിംഗ് കാണാം. ഈ ബുധനാഴ്ചയിലും പറ്റുവാണേൽ ഒരു
100 ഡെയിലും ക്യാച്ച് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കും, നോക്കാം നമുക്കപ്പം.